തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ടിൽ ഉന്നതതല യോഗം വിളിച്ച് ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ്, കെ മുരളീധരൻ, സി പി ജോൺ തുടങ്ങിയ മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. കാലവർഷ സാധ്യത കൂടി കണക്കിലെടുത്താണ് ജലവിഭവ വകുപ്പ് മന്ത്രി അടിയന്തര യോഗം വിളിച്ചിരിക്കുന്നത്. ജിബിൻ JB ആണ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ജിബിൻ, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ യോഗമെന്ന് മനസ്സിലാക്കുന്നത്. കാരണം തലസ്ഥാന നഗരത്തിലെ വെള്ളക്കെട്ട്, അതിപ്പോൾ മഴ ശക്തമായിട്ടില്ല, ആദ്യ മഴയിൽ തന്നെ ഇത്തരത്തിൽ വെള്ളക്കെട്ടിലാകുന്ന ഒരു നഗരം, അതുമായി ബന്ധപ്പെട്ടുള്ള ഉന്നതതല യോഗമാണ് ഇന്ന് വിളിച്ചിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയാകും? എന്താണ് ഈ വെള്ളക്കെട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നതിൽ ഇപ്പോൾ കൃത്യമായൊരു തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ കാരണം എന്നതിലേക്കൊരു നിശ്ചയമുണ്ടോ അധികൃതർക്ക്? കാലവർഷം എത്തും മുൻപ് കഴിഞ്ഞ ദിവസം പെയ്ത, അതായത് ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം മാത്രം പെയ്ത മഴയിലാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നഗരത്തിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുണ്ടായത്. സാധാരണഗതിയിൽ അങ്ങനെ വെള്ളം പൊങ്ങാത്ത ഒരു മേഖലയാണ് പഴവങ്ങാടി. പക്ഷെ പഴവങ്ങാടി ഏകദേശം ഏറെക്കുറെ മുങ്ങുന്ന ഒരു അവസ്ഥയിലാണ് അന്ന് വെള്ളപ്പൊക്കം ഉണ്ടാകുകയും ചെയ്തത്. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ജലവിഭവ മന്ത്രി മോൻസ് ജോസഫിന്റെ നേതൃത്വത്തിൽ അടിയന്തര ഒരു യോഗം ഇന്ന് വൈകിട്ട് ചേരാൻ പോകുന്നത്. ഇതിൽ മന്ത്രി മോൻസ് ജോസഫ്, അതുപോലെ തന്നെ തിരുവനന്തപുരത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് തിരുവനന്തപുരത്തു നിന്നുള്ള തലസ്ഥാനത്തെ 2 MLA-മാർ, നിയുക്ത മന്ത്രിമാർ കൂടിയായ കെ മുരളീധരനും അതുപോലെ CP ജോണും പങ്കെടുക്കുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ ഇത് ആദ്യമായിട്ടല്ല. കാരണം ഓരോ മഴയത്തും ഇതുപോലെ പലയിടങ്ങളിലെ, കാരണം ഇത്തവണ മഴ പെയ്യുമ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ തിരുവനന്തപുരം സെൻട്രലിലാണ് വെള്ളം പോകുന്നതെങ്കിൽ അടുത്ത ദിവസം അത് ആമയിച്ച തോടിന്റെ ഭാഗങ്ങളിലായിരിക്കും. അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ ഭാഗങ്ങളിലുമാണ് ഓരോ തവണ ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുകയും ചെയ്യുന്നത്. ഇതിന്റെ കാരണമായി പറയപ്പെടുന്നത് ആമയിഞ്ചൻ തോടിന്റെ ശോചനീയ അവസ്ഥയാണ്. കാരണം ആമയിഞ്ചൻ തോട് ഇപ്പോഴും മാലിന്യവാഹിനിയായി നിറഞ്ഞു ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വലിയ രീതിയിലാണ് മാലിന്യങ്ങൾ ഒഴുകി ഇങ്ങോട്ടേക്ക് എത്തുന്നതും ഈ ഓടകൾ അടങ്ങിയ ആ വെള്ളം, ആമയിഞ്ചൻ തോട്ടിലെ വെള്ളം നഗരത്തിലേക്ക് കയറിയ വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ചെയ്തു. അത് മാത്രമല്ല, കഴിഞ്ഞ മഴയത്ത് നമ്മൾ കണ്ടതാണ് ഈ വെള്ളം മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം ഓടകളിലേക്ക് പോകുന്ന ഓവുകൾ, അത് മാലിന്യം നിറഞ്ഞ് പൂർണ്ണമായി അടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഈ ജലസേചന വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം അതിവേഗം തന്നെ ഈ ഓടകൾ വൃത്തിയാക്കാനുള്ള ഒരു നിർദ്ദേശം കൂടി ഇപ്പോൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മഴക്കാലം വരാൻ പോവുകയാണ്. അതിനു മുൻപായി ഇത്രയും പെട്ടെന്ന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് അടിയന്തര ഈ യോഗം ചേരുകയും ചെയ്യുന്നത്. പ്രജിത്ത്, ശരി. ജിബിൻ JB ആണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.